കാശ്മീരിൽ 10 വയസ്സുള്ള വിജ്വൽ കോമയിലാണ്, വെന്റിലേറ്ററിലാണ്, കോൺഷ്യസ്നെസ്, അതായത് ബോധം വരുമ്പോഴെല്ലാം കുട്ടി ഫിക്സിൽ പോകുന്നു. ഡോക്ടേഴ്സിന് വരെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കേസ്. സാറിനൊരു കോള് വരുന്നു, സാറ് തുടക്കത്തിൽ അത് എടുക്കുന്നില്ല, പിന്നീട് അത് അതായത് ആ കുട്ടീനെ ചെന്ന് കാണാൻ സാറ് പിന്നീട് സമ്മതിക്കുന്നു. സാറിന് ഇപ്പൊ പബ്ലിക്കിൽ എനിക്കൊന്ന് വരാൻ തന്നെ ഒരു വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ള ഒരു കേസ് അല്ലേ ഇതാണ്. ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? നമ്മുടെ മെഡിക്കൽ സയൻസ്, നമ്മളിപ്പോ എല്ലാ മെഡിക്കൽ സയൻസിന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് അല്ല, അതിനപ്പുറത്തേക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുന്ന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഹീലിംഗ് പവർ എന്താണെന്ന് അദ്ദേഹത്തിന് ഹീൽ ചെയ്യുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്താ സംഭവിക്കാൻ പറ്റുക, ഫ്ലൈറ്റ് ജർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഞാനപ്പോൾ വളരെ സ്മൂത്തായിട്ട് വന്ന്, കാലാവസ്ഥയൊക്കെ വളരെ പെർഫെക്റ്റ്, പക്ഷേ പെട്ടെന്ന് ഫ്ലൈറ്റ് നേരെ അടിയിലേക്ക് പോയി നമ്മളെ പേടിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു താഴ്ചയുണ്ട്. അത് നമ്മൾ പറയാൻ മറ്റേ ഇതിൽ വന്നാണ് മറ്റേ സ്വാഭാവികമായിട്ട് അറ്റ്മോസ്ഫിയറിക് അതിൻ്റെ പ്രോബ്ലംസ് എന്നൊക്കെ പറയാം. പക്ഷെ ഇത് ഇൻഫോർമേഷൻ എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ മറ്റേ സർവ് ചെയ്യുന്ന എല്ലാ എയർ ഹോസ്റ്റസൊക്കെ നീങ്ങിയിട്ട് എന്നിട്ട് ഈ മറ്റേ ലാസ്റ്റ് ഇതില്ല മറ്റേ ചെയറിൽ പിടിച്ചിരിക്കുന്ന സിറ്റുവേഷൻ. ഞാൻ ചോദിച്ചു പോയോ, നമ്മളെ തീർന്നോ, അത്രയും പവർഫുൾ ആണെന്നൊക്കെ അന്ന് പേടിക്കണ്ട, റെഡി ആവുമെന്നുള്ള ഇൻഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാനത് കേട്ടു. ഓക്കെ, ദെൻ ചെന്നിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈ ടാക്സി ഡ്രൈവർക്ക് വിളിച്ചിട്ട് അയാളെ കിട്ടണില്ല. കാരണം അയാളുടെ വണ്ടിക്കും പ്രോബ്ലംസ്. അയാൾ വന്നത് അര മണിക്കൂർ ഡിലേ ആയിട്ടാണ്. പക്ഷെ ഞാൻ അപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിൽക്കാൻ പാടില്ല. കാര്യം അതൊക്കെ ഭയങ്കര എന്താ പറയുക, ആ എയർപോർട്ടിലൊക്കെ സൈനിക സെക്യൂരിറ്റി കൂടുതലുള്ളതാണ്, അവിടെ കൂടുതൽ നിൽക്കാൻ പറ്റില്ല, പുറത്തിറങ്ങി പോകണം. ഞാൻ പിന്നെ നടക്കാൻ തുടങ്ങി. നടന്നതിന് ശേഷമാണ് ഈ ടാക്സി വരുന്നത്. ടാക്സി പോയി ഭയങ്കര ബ്ലോക്ക്, എന്തൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാവുന്നതൊക്കെ ഉണ്ടാക്കി അവസാനം ഞാൻ അവനെ ചെന്ന് കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ വെന്റിലേറ്ററിൽ കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് മൊത്തം. എന്നുവെച്ചാൽ നമ്മുടെ പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ സൈനിക ഏറ്റവും മേജറായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലം. അവിടെയാണ് ഈ വിജ്വൽ താമസിക്കുന്ന ഫ്ലാറ്റ്. അവിടെ ഈ വിജ്വൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാർത്തിക എന്ന് പറയുന്നത്. അവിടെ ചെന്ന് ഈ മോനെ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ ഒരു എല്ല് പോലെ ഉള്ളൂ, എല്ലും 2 ഇത് മാത്രമേ ഉള്ളൂ. അവരെ അമ്മ അച്ഛനൊക്കെ എന്നെ കണ്ട് കരയുമോ, എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആണ്ടവനോട് പറയാം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഇത് ചെന്ന് കണ്ടു. ഞാൻ ആണ്ടവൻ പറഞ്ഞു അവൻ്റെ നെറ്റിക്ക കൈവക്കാൻ പറഞ്ഞു. പ്രാർത്ഥനയ്ക്കാനുള്ള മന്ത്രങ്ങൾ പറഞ്ഞിരുന്നു. നെറ്റിയിൽ ഇങ്ങനെ കൈവച്ചതും ഇവൻ്റെ ശരീരം മൊത്തം കണക്റ്റഡാണ്, മിഷ്യൻസ് അല്ല. ഇവൻ്റെ BP ഒക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി സംതിങ് ഈസ് ഹാപ്പനിങ്. ഇവൻ്റെ എല്ലാം നോർമൽ. ഒരു അച്ഛൻ പറഞ്ഞു സാർ നോക്കൂ അത് ശരിയാവുന്നുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിന് ചോദിച്ചാൽ ആരാ അതെന്ന് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു തമിഴ്നാട് മറ്റേ കേരളത്തിൽ നിന്ന് വന്നേക്കുന്ന ഒരാളാണ്. അപ്പോൾ ഉടനെ വന്ന് പരിചയപ്പെട്ടു ഡോക്ടേഴ്സ്. എന്താ പേര്, എനിക്ക് അവരുടെ ഡോക്ടേഴ്സിൻ്റെ പേരൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് എന്നോട് താമസിക്കാനുള്ള സ്ഥലം ചോദിച്ചു. അപ്പോൾ എനിക്ക് അറേഞ്ച് ചെയ്തേക്കണത് സൈനിക അവർക്ക് ഹോസ്പിറ്റലിന് പുറത്ത് വിസിറ്റേഴ്സിന് താമസിക്കാനുള്ള സ്ഥലമാണ്. അവിടെ നോക്കുമ്പോൾ മൊത്തം സോളുകൾ നീങ്ങി നിൽക്കുക. കാര്യം മരിച്ചവരും എല്ലാവരും അവിടെ അടഞ്ഞു കിടക്കുന്ന സ്ഥലം. അവിടെ അധികം പേരും വന്ന് താമസിക്കാറില്ല. ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് വേണ്ട, അത് പറഞ്ഞാലൊക്കെ വിശ്വസിക്കാന്ന് പറയാം. എൻ്റെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എനിക്ക് കുറേ. അപ്പോൾ അത് നേരെ ഇവരെ വീട്ടിൽ പോകാൻ വീട്ടിൽ ചെന്ന് വീട്ടിൽ താമസിച്ചു. വീട്ടിലേക്ക് താമസിക്കാനായിട്ട് ചെന്ന് കയറുമല്ല, കാലെടുത്ത് ലിഫ്റ്റിലേക്ക് വന്നു. അപ്പം തന്നെ ലൈറ്റ് പോയി. എന്നെ സ്വീകരിക്കുന്ന ആ എനർജി ഞാൻ അവരോട് പറഞ്ഞു നല്ല സ്വീകരണം കിട്ടുന്നതെന്ന് പറഞ്ഞു. മുകളിൽ ചെന്ന് എന്നെ ഇത് മുരുകൻ്റെ അടുത്തേക്ക് ഇവരെ കണക്ട് ചെയ്ത ഒരു സ്ത്രീയുണ്ട്. തൊട്ടടുത്ത് ഒരു നമ്മുടെ ഒരു തമിഴ്നാട്ടുകാരിയാണ് പുള്ളിക്കാരി, സേലത്തിൻ്റെ അടുത്തുള്ള. അവരും ഇതുപോലെ നല്ല റാങ്കിൽ നിൽക്കുന്ന ഒരാളുടെ വൈഫാണ്. അവരാണ് മുരുകൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ശരി നിങ്ങൾ മുരുകനെ കൂപ്പിടാണ, നിങ്ങൾക്ക് ഈ കുട്ടിയെ ആണ്ടവൻ എനി കണ്ടീഷൻ തിരിച്ച് ലൈഫിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഈ കുട്ടി എങ്ങനെയാണ് ഇതായെന്ന് വെച്ചാൽ നല്ല മിടുക്കനായ ഒരു പയ്യനായിരുന്നു. അവൻ അവിടെ ചെന്നിട്ട് കണ്ണൂർ ഒരു അമ്പലക്കുളത്തിൽ നിന്ന് കുളിച്ചിറങ്ങി തിരിച്ച് അവൻ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇവൻ അസ്വാഭാവിക പ്രകടിപ്പിച്ചു തുടങ്ങി. പിന്നെ മിടുക്കനായിരുന്നു, പിയാനോ വായിക്കുക എല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ ടെസ്റ്റിമോണിയൽസ് നിങ്ങൾക്ക് വേണമെന്ന് കാണിക്കാം. ഇവന് ഗ്ലാസ്സിൽ ഇങ്ങനെ കൈ പിടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു, ഒറ്റ വീഴ്ച. പിന്നെ ഇവൻ തിരിച്ച് ലൈഫിലേക്ക് വന്നില്ല. ഒരു മെഡിക്കൽ സയൻസിൽ ഒന്നും പറയുന്നില്ല എന്താ സംഭവിച്ചത്. പിന്നെ ഇവൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ വീക്കാൻ തുടങ്ങി. ഇതാണ് അവിടുത്തെ കഥ. ഞാനവിടെ ചെന്ന് രാത്രി
തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ആ കുട്ടിയുണ്ട്, ആ മറ്റേ തമിഴ് മറ്റേ അവരുടെ പേര് ഞാൻ മറന്നുപോയി, കുട്ടിയുണ്ട്. അവർ വന്നിട്ട് പൂജയൊക്കെ നടത്തി. അപ്പോൾ എനിക്ക് ഇതിനു മുമ്പ് തന്നെ ചെറിയ രീതിയിൽ പല കാര്യങ്ങളെക്കുറിച്ചും ഇൻഫോർമേഷൻസ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഹോമം ചെയ്യേണ്ടത്, എന്താണ് എൻ്റെ കാര്യങ്ങൾ, അതൊക്കെ ഈ പറഞ്ഞാൽ നമ്മൾ തമ്മിൽ സംസാരിക്കണമല്ല. എനിക്ക് പറഞ്ഞവരും ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ അതൊന്നും എൻ്റെ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് ഞാൻ അത് മറ്റേ പരസ്യം കൊടുത്ത് ചെയ്യുന്ന ഒരാളല്ല, ചെയ്തിട്ടുമില്ല. പക്ഷേ എന്താണോ പഠിപ്പിച്ചതെന്ന് അവിടെ ചെയ്യാൻ പറഞ്ഞു. എന്നെ സംബന്ധിച്ചോളം ആ സാധനങ്ങളൊക്കെ ചെയ്തു. ഫസ്റ്റ് പരിപാടി റെഡിയാക്കിയിട്ട് വൈകിട്ടത്തേക്ക് ഞാൻ പറഞ്ഞു 12 മണിക്ക് മുമ്പ് ഒരു 11:30 ആവുന്നിടത്ത് എനിക്ക് അവിടെ ചെല്ലാനുള്ള പെർമിഷൻ വേണമെന്ന് പറഞ്ഞു. ഇത് നടക്കുന്ന കാര്യമല്ല. കാര്യം സൈനികമായിട്ട് വിജ്വൽ മാത്രമല്ല അവിടെ കിടക്കുന്നത്. കാര്യം കാഷ്വാലിറ്റി ആയിട്ടുള്ള പാകിസ്ഥാനിൽ അന്ന് എന്തോ അറ്റാക്കൊക്കെ നടന്നിട്ട് മിസൈലൊക്കെ വന്നിട്ട് വളരെ അവിടെ ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ കയറണേ. അപ്പോൾ ചെന്ന് കണ്ടു. കയറിയപ്പോൾ ഞാൻ അതിൻ്റേതായ രീതിയിൽ ഇത് എന്നോട് പറഞ്ഞ് നമ്മൾ ബോർഡർ ഭസ്മം വെച്ചിട്ട് പല കാര്യങ്ങളും എന്നോട് ചെയ്യാൻ പറഞ്ഞു. ഏത് അപ്പോൾ അവർ ഈ ഒരു ടൈമിൽ ഇവർ പുറത്തു പോകും. അതൊക്കെ നിങ്ങൾ വിശ്വസിക്കില്ലെന്നൊന്നറിയില്ല. ഈ സമയത്ത് അവർ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോണ സമയത്താണ് എന്നോട് ചെല്ലാൻ പറഞ്ഞത്. പുറത്ത് പോയിട്ട് അവരുടേതായ കുറേ കാര്യങ്ങളുണ്ട്, അത് ചെയ്തിട്ട് വന്നാൽ ഞാൻ ഇവൻ്റെ ശരീരത്തിൽ പിന്നെ പ്രവേശിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു. പിന്നെ ഇവൻ്റെ ശരീരത്തിൽ വേലെല്ലാം വരച്ചു. ഇതെല്ലാം ചെയ്ത ശേഷം ഒരു പ്രാർത്ഥിച്ച് നിന്നോളാൻ പറഞ്ഞു. 11:55 ആകുന്നിടത്ത് അവർ പെർമിഷൻ കൊടുത്തോട്ടെ, കാര്യം ഡോക്ടർ പറഞ്ഞ് നിന്നോളാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും കുട്ടീനെ രക്ഷിച്ചാണല്ലോ. 11:55 ആയപ്പോൾ ഞാൻ ഈ സാധനത്തിനെ കാണുമെന്നൊക്കെ മനസ്സിലാവുമെന്നറിയില്ല. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം, ഭീകരമായിട്ടുള്ളൊരു രൂപം. ഞാനപ്പം ഫുൾ പവറിൽ പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഒച്ച ഉണ്ടാക്കരുത്, ഒരു കാരണവശാലും എന്തോ ഞാൻ പേടിപ്പെടുത്തുന്ന സംഭവം വന്നാലും നിങ്ങളൊന്നും ചെയ്യരുത്. പക്ഷേ ഈ ഡോക്ടേഴ്സും നേഴ്സൊക്കെ ഉണ്ട്. 12 മണി അടിക്കലല്ല, ഈ പറഞ്ഞ നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഷിവർ ചെയ്തിട്ട് എന്തോ സാധനം നിലത്ത് കൊണ്ട് പൊട്ടി. ഇതോട് ഞാൻ സ്കേഡായി. ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞ് ഈ സാധനം എൻ്റെ ശരീരത്തിലായി. എന്നെ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, ഈ ശരീരത്തിൽ BP എൻ്റെ നോർമൽ BP ഒക്കെയാണ് 120/80 ഒക്കെയാണ്. ഇതങ്ങ് ഷൂട്ടപ്പ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് നിൽക്കാൻ പറ്റണില്ല. ഞാൻ അപ്പം തന്നെ വീഴുന്നുള്ള കണ്ടീഷനായി. അപ്പോൾ അവർ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവരെ കണ്ടുകൊണ്ടിരിക്കുക, ലൈവായിട്ട് ഇവരെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് എങ്ങനെയാലും റൂമിൽ പോകാൻ തോന്നുന്നു. റൂമിൽ പോയി ജപം പ്രാർത്ഥനയൊക്കെ തുടങ്ങി, മാറുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നീ പേടിക്കണ്ട, മരുന്ന് വേണമെന്ന് വെച്ചു. ഒന്നും വേണമെന്ന് പറഞ്ഞു. ഇന്ന മരുന്ന് ഇന്ന ചില ഫ്രൂട്ട്സ് ചില പച്ചക്കറികൾ ഇത് മാത്രം വാങ്ങിച്ചുകൊണ്ടാൻ പറഞ്ഞു. അത് മാത്രം ഞാൻ കഴിച്ചു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു ബാബാജി, അതായത് സുജിത്ത് എന്ന് പറഞ്ഞൊരു ഡൽഹിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടാണ്, മോദിജിയുടെയൊക്കെ ഒരു അഡ്വൈസറിയിലുള്ള ഒരു കക്ഷി, നേപ്പാളിലുള്ള. അവർ നാസയിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് ക്ലാസ് എടുക്കണം. അദ്ദേഹം എനിക്ക് പശുപതിനാഥിലെ ഒരു രുദ്രാക്ഷം എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇട്ടുണ്ട്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നിട്ട് ഞാൻ ചുമ്മാ അദ്ദേഹത്തിനെ വിളിച്ചു. ഇങ്ങനെ സംഭവമുണ്ട്, ഞാനത് അപ്പോൾ പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ബട്ട് എൻ്റെ BP ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് പുള്ളി പറയുന്നത്, നീ മുരുകൻ്റെ സേനാപതി, മുരുകൻ്റെ നിയോഗിക്കപ്പെട്ട ആളാണ്, നിന്നെ ചിലപ്പോൾ ഒന്ന് വളയും, പക്ഷെ ഒടിയില്ല, നീ പേടിക്കണ്ട. അപ്പം ഞാൻ ചോദിച്ചാൽ ഇത് ഈ കുട്ടി ശരിയാകും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നിൻ്റെ അടുക്ക മുരുകനുള്ളിടത്തോളം കാലം നിനക്ക് പേടിക്കണ്ട, യു വിൽ ബിക്കം സക്സസ് എന്ന് പറഞ്ഞു. ശരി, ഓക്കെ. ഞാൻ പിന്നെ ഇദ്ദേഹത്തിനെ വിളിച്ചാൽ കിട്ടത്തൊന്നുമില്ല, വല്ലപ്പോഴും കിട്ടുള്ളൂ. ഫോൺ വെച്ചു. അപ്പോൾ അടുത്തൊരു അങ്ങനെ ഞാനിങ്ങനെ സുഖമില്ലാണ്ടിരിക്കുമ്പോൾ അവരുടെ അമ്മ, ഈ കുട്ടിയുടെ അമ്മയുടെ അമ്മ വന്നിട്ട് എന്നോട് പറയാം, ഞങ്ങൾ കോഴിക്കോട് ഈ കുട്ടി ഇങ്ങനെ ആയപ്പോൾ കാരാട്ടമ്മ എന്ന് പറഞ്ഞൊരു അമ്മയുണ്ട്, അമ്മയുടെ അടുക്ക ചെന്ന് പ്രാർത്ഥിക്കുക. അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിട്ട് അവരിയ്ക്കുകയാണ്, അങ്ങനെ ഓരോ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അമ്മ ഇപ്പോഴും ഉണ്ട് അവിടെ. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവർ ചെന്നപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞപ്പോഴേക്കാണ് രണ്ടാമത്തെ ദിവസമാണ് ഞാൻ സെപ്റ്റംബർ 2025 ഞാൻ ഈ സംഭവം ഉണ്ടാകുന്നത്, കുട്ടിയുടെ കാണാൻ പോകുന്നത്. സെപ്റ്റംബർ 2025 27-ാം തീയതിയാണ് സ്കന്ദഷഷ്ടിയുടെ അന്ന് തലേ ദിവസം എനിക്ക് ഈ കുട്ടിയുടെ കാര്യമാണ്. അപ്പോൾ ഇവരോട് സ്കന്ദഷഷ്ടി കവചം എടുത്താണ് ഷഷ്ടി വ്രതം എടുക്കാനൊക്കെ പറഞ്ഞത്. അന്ന് രാത്രിയാണ് ഈ കുട്ടിയുടെ വിളിക്കുന്ന കാർഡിയാക്ക്. അപ്പോൾ ഈ കാർഡിയാക്ക് അറസ്റ്റ് ഉള്ള കാര്യം കാരാട്ടമ്മയോടൊക്കെ പറയാനായിട്ട് ചെന്നപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ
കാരാട്ടമ്മ പറഞ്ഞത്, നിങ്ങൾ എന്തിനാ പേടിക്കുന്ന, മുരുകൻ ഓൾറെഡി പുറപ്പെട്ട് കഴിഞ്ഞു. അവരെങ്ങനെ അറിഞ്ഞു ഇവിടെ നിന്ന്, ഇത്ര ടൈം കൂടി പറഞ്ഞവർ, ആ സമയത്ത് തന്നെ എൻ്റെ ഫ്ലൈറ്റ്. ഈ കാര്യം ഇവരെന്നോട് ഒരു അതിശയം ഉണ്ടായെന്ന് പറഞ്ഞ് പറയാം. അപ്പം എനിക്ക് മനസ്സിലായി, നമുക്ക് നിമിത്തങ്ങൾ പലതും പറഞ്ഞു തരും ആണ്ടവൻ, അത് പല ഇതിൽ നിന്ന്. അതിലൊരു നിമിത്തമായിരുന്നു. പിന്നെ ഞാൻ ആ ഇതെടുത്ത് ജപം അപ്പം നമുക്ക് പിന്നെയും നമ്മുടെ കോൺഫിഡൻസ് കൂട്ടിയിട്ട് ഇവനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുള്ള രീതിയിലാണ് ചെയ്യണത്. വൈകിട്ടത്തെ ഹോമത്തിൽ ഇവനെ വായിച്ചോളാൻ പറഞ്ഞു. വായിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങൾ പറഞ്ഞല്ല, മന്ത്രങ്ങളൊന്നും അറിയില്ല. അദ്ദേഹം എന്ത് പറയുന്നു ആ മന്ത്രങ്ങൾ, ആ സാധനങ്ങൾ ഉപയോഗിച്ച് ഞാൻ വായിച്ചു. ചെന്ന് കഴിഞ്ഞപ്പോൾ വൈകിട്ട് അങ്ങനെ ചെല്ലാൻ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ ഇതേപോലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഷാർപ്പായിട്ട് ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കണം അദ്ദേഹത്തിൻ്റെ വേല് വെച്ച് ആ ഒരു ഷോ ഉണ്ടല്ലോ, എന്താ പറയാ, കൊല്ലാനായിട്ട് കഴിഞ്ഞപ്പോൾ അവര് പറയണത് ഞാൻ പറഞ്ഞു വായിച്ചും കൊണ്ടുവരാ, മറ്റേ അവനെങ്ങനെ കൊണ്ടുവരാ എന്ന ആ ഒരു നമ്മൾ കാണുന്ന പോലെ റീൽസിൽ കാണുന്ന പോലെ കൊച്ചു മുരുകനോ അല്ലെങ്കിൽ കുട്ടി മുരുകനോ ഒന്നും അല്ല. ഈസ് വെരി പവർഫുൾ. നമ്മൾ എന്താണോ ഒരു സൈനിക ഏറ്റവും ടോപ്പ് കമാൻഡന്റ് ഇരിക്കുന്നത് അതിനേക്കാളും പവറാണ്. ദേവസേനാപതി എന്ന് പറഞ്ഞാൽ ആ പവറിൽ നിൽക്കുന്ന വ്യക്തി, ആ പവറിനെ ഞാൻ കാണും. അവനെ കൊല്ലാനുള്ള ഇതിലങ്ങ് നിൽക്കുമ്പോണ്ടല്ലോ കാല് പിടിക്കുകയാണ്, എന്നെ അങ്ങോട്ട് കൊണ്ടുപോലെ പഴനിയിലേക്ക് കൊണ്ടുപോലെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ അടുത്ത ചോദ്യം, അദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞത് അദ്ദേഹം പോയി, ആ സെക്കൻഡിൽ അദ്ദേഹം പോയി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ, അപ്പൊ ഇവര് നീ ശരീരത്തിൽ നിന്ന് പോവോ, യെസ് ഞാൻ പോയിക്കോളാം പറയല്ല, അദ്ദേഹം പോയി. അത് ആണ്ടവന്റെ ആ ഇത് കഴിഞ്ഞു. പിന്നെ അവനെ എന്നോട് ചോദിച്ചു, അവിടെ പഴനിയിലേക്ക് കൊണ്ടുപോലെ എൻ്റെ ഇടപാട് തീരുമെന്ന് പറഞ്ഞേ, കൊന്നു കളയുമെന്ന് പറഞ്ഞു. വായിച്ചിട്ട് കൊണ്ടുവരണമല്ലോ ആ സാധനം. അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങളെ എങ്ങോട്ട് വരാനാ താല്പര്യം? വൈഷ്ണവി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണം, പോയിക്കോളാം, ഞാൻ അവിടെ ഇരുന്നോ, അമ്മയുടെ കൂടെ ഇരുന്നോളാം. ശരി. അപ്പൊ ഞാൻ നമുക്ക് കിട്ടുന്ന കമ്മ്യൂണിക്കേഷൻ ചോദിച്ചോ, അമ്മയുടെ അടുത്ത് ഇരുന്നോളാം എന്നാ പറഞ്ഞത്. സമ്മതിച്ചു. എന്തെങ്കിലും ചെയ്യ്, നമ്മൾ ഈ പറഞ്ഞ പോലെ റഫ് ആൻഡ് ടഫ് ആണ് അദ്ദേഹം. നമ്മൾ ഉദ്ദേശിക്കണമല്ല കൊച്ചു കുട്ടികളോട് സംസാരിക്കണ, നമ്മൾ റീൽസിലൊക്കെ ചിന്ന മുരുകനൊന്നുമല്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്. അത് നമ്മൾ ഈ കാളീനൊക്കെ നമ്മൾ ഇവിടെ പറയുമല്ലോ, അതിൻ്റെയൊക്കെ 4 ഇരട്ടി രൗദ്രഭാവമുള്ളൊരു മനുഷ്യനാണ്. ശിവനും അമ്മയും കൂടി ചേർന്നുള്ള ഭാവത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നിങ്ങളെ പറഞ്ഞ പോലെ, ഇപ്പം ഞാനീ പറഞ്ഞ പോലെ ഹിന്ദുയിസോ ഇതൊന്നും അല്ല, ബട്ട് എനിക്കിത് ഫീൽ ചെയ്തു, കണ്ടു. ഞാനൊരു കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. അത് ലൈവായിട്ടുള്ള കുട്ടിയും ജീവിച്ചിരിപ്പുണ്ട്, അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, അച്ഛനും ജീവിച്ചിരിപ്പുണ്ട്. ഈ പറഞ്ഞ സൈനിക ഹോസ്പിറ്റലും ഉണ്ടോടെ അവിടെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവകാശം ഉണ്ടെന്ന് ഞാൻ പറയാൻ കഴിഞ്ഞാൽ എനിക്ക് വെറുതെ ചുമ്മാ ഒരാൾക്കാരെ പറയണ പോലെ അല്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കണ്ടിട്ട് ആ സാധനം ഞാനത് ഇതെല്ലാം കഴിഞ്ഞ ശേഷം വൈഷ്ണവി ക്ഷേത്രത്തിലേക്ക് ഞാൻ അടുത്ത ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്തു. കാരണം എനിക്ക് വയ്യ, ടയർഡായി. കാരണം ഇനിയിപ്പോൾ തണുപ്പ് ഭയങ്കര ഹെവിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ അവർ അറേഞ്ച് ചെയ്തു. ഇതിനൊക്കെ ഒരു ടൈമുണ്ട്. ടൈം കഴിഞ്ഞ് ഇവന്മാർ പിന്നെയും ചാടും, പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ ഈ സമയം ഇവർ ലാഗ് ചെയ്യിക്കും. അപ്പോൾ എൻ്റെ കയ്യിലും എനിക്കിതിനെ എങ്ങനെ കൊണ്ടുപോകണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്താ വെച്ചാൽ പറഞ്ഞനുസരിച്ച് പട്ടിലൊക്കെ പൊതിഞ്ഞ് സാധനം പോക്കറ്റിലിട്ടാണ് കൊണ്ടുപോകണേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ക്ലൈമറ്റ് അങ്ങ് ചേഞ്ച് ചെയ്തു. പിന്നെ ഹെലികോപ്റ്റർ ക്യാൻസലായി. പിന്നെ അവിടെ കുതിരയുടെ പുറത്താണ് കൊണ്ടുപോകണം. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും ടൈം കഴിഞ്ഞപ്പോൾ ഇവൻ പിന്നെ എൻ്റെ ബോഡി പിന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരു വിധത്തിലാണ് വൈഷ്ണവി ക്ഷേത്രത്തിൽ എത്തിയത്. തീരെ ടയർഡായി. ഇപ്പം എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി, എല്ലാം എന്തൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാമോ അതെല്ലാം ചെയ്ത് ഞാൻ അവിടെ എത്തി. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ചെരുപ്പ് ഇട്ടിട്ടുള്ള തണുപ്പ്, അങ്ങറ്റത്തെ തണുപ്പ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു എനിക്ക് കിടക്കാനുള്ള റൂമൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഒരു സോൾജർ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ റൂമിൽ കിടന്നോളാൻ പറഞ്ഞു. കുറച്ച് നേരം കിടന്ന് കുറച്ച് നേരം കിടന്ന് വെളുപ്പിന് 3 മണിയായപ്പോൾ എണീറ്റു. പിന്നെ അമ്മേനെ തൊഴുതു, തിരിച്ചിറങ്ങിയപ്പോൾ എനിക്ക് ഇനി കുതിരപ്പുറത്തൊന്നും എനിക്ക് പോകാനേ പറ്റില്ല. എനിക്ക് ഫ്ലൈറ്റിൽ തന്നെ അല്ല, പിന്നെ ഹെലികോപ്റ്ററിലല്ലാണ്ട് എനിക്ക് പറ്റില്ല. അത്രയും ടയർഡാണ്. മഴയും പെയ്തു തുടങ്ങി. ഹെലികോപ്റ്ററിൻ്റെ അവിടെ ചെന്നപ്പോഴേക്കും ഹെവി റെയിൻ. അവിടുത്തെ അവർ മേജറായിട്ടുള്ള വലിയ സോൾജേഴ്സിൻ്റെ അവരെല്ലാവരും വന്നിട്ട് അവിടെ നിൽപ്പുണ്ട്. സൈനികമായിട്ടുള്ള എല്ലാ ടോപ്പ് ലെവലുള്ള കമാൻഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അവർക്കൊന്നും പറ്റാത്തതുകൊണ്ട് അവർ പോയി. ലാസ്റ്റായിട്ട് ഒരാൾ അവിടെ, അവർ ഫാമിലിക്ക് വയ്യ, അവരിതുപോലെ അമ്മ എൻ്റെ വയ്യാത്തതുണ്ട്, അവർ നല്ല പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ വിഷമിച്ചിരിക്കണം. ഞാൻ പേടിക്കണ്ട, ഞാൻ ഈ റെയിൻ നിർത്തും ഇപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഹൗ കം ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജസ്റ്റ് വെയിറ്റ് ഫോർ ഫ്യൂ മിനിറ്റ്സ് എന്ന് പറഞ്ഞു. ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു എനിക്ക് തിരിച്ചു പോകണം. അപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങൾ അമ്മ അവരെല്ലാവരും ആ എനർജി ആയിട്ട് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ അമ്മ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇരിക്കുന്ന കേട്ടു, ബട്ട് നോ റിയാക്ഷൻ.
എനിക്ക് തിരിച്ചും ഇറങ്ങാനുള്ള സമയത്ത് മുരുകനോട് വിളിച്ചു പറഞ്ഞു, നീ പറഞ്ഞിട്ട് അവിടെ വന്നേക്കണത്, എനിക്ക് ബോഡിയൊക്കെ ഷുവർ ചെയ്യാൻ, എനിക്ക് ഒരു കഥയും കേൾക്കണ്ട, എനിക്ക് ഇൻ എനി കണ്ടീഷൻ, ഞാനിപ്പോൾ നമ്മളോട് സംസാരിക്കണ പോലെ പറയും, ഇൻ എനി കണ്ടീഷൻ എനിക്ക് ഒരു കഥയും കേൾക്കണ്ട, ഈ മഴ മാറി എനിക്ക് ഹെലികോപ്റ്ററിൽ നീ കൊണ്ടുപോയില്ല എൻ്റെ സ്വഭാവം പറഞ്ഞു, നീ പറഞ്ഞിട്ട് അവിടെ വന്നതാണ്. വളരെ റഫാൻഡായിട്ട് ഞാൻ പറഞ്ഞു, വിശ്വസിക്കും. പിന്നെ ഞാൻ അവിടെ നിന്ന് ജപിക്കാൻ തുടങ്ങി. വളരെ ക്ലിയർ ആയിട്ട് പറയാം, ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ എല്ലാം മാറി. കാരണം നമുക്ക് കാണാം, ഈ കാശ്മീരിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നമ്മുടെ ശബരിമലയൊക്കെ 5 കിലോമീറ്റർ ഉള്ളൂ, 14 കിലോമീറ്ററാണ് കയറേണ്ടത്, നടന്ന് കയറേണ്ടത്. അപ്പോൾ ഒന്ന് ഉദ്ദേശിച്ചറിയാം. എല്ലാം മാറി ക്ലിയറായി. ഹെലികോപ്റ്റർ അവിടെ നിന്ന് വന്നു. മേജർ പറഞ്ഞു, യു ആർ VIP, അവരൊറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവർ ഞാൻ ചെന്നു, പൈസ വാങ്ങിച്ചില്ല. ചെന്നിട്ട് പിന്നീടാണ് ഞാൻ ചെല്ലുമ്പോൾ ഈ കൊച്ചിൻ്റെ ഫിക്സിൻ്റെ മെഡിസിൻ കൊടുക്കണമല്ലോ, എപ്പിലെപ്സി, മറ്റേ അതിൻ്റെ ഡോസേജൊക്കെ കുറഞ്ഞ് നോർമലായി. അത് കുറയ്ക്കുമ്പോഴാണ് ഷിവർ ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ അതിങ്ങനെ കുറഞ്ഞ് നോർമലായി. പിന്നെ ഇല്ല, ഇതായിരുന്നു മറ്റേ നമ്മുടെ ഡോക്ടേഴ്സ് എന്നോട് ചോദിച്ചത്. നോർമലായി. ഇത് നോർമലായി കഴിഞ്ഞ ശേഷം പിന്നീട് കുട്ടിയുടെ ത്രോട്ടിൽ ഇവിടെ കൂടിയാണ് എല്ലാം ഫുഡൊക്കെ കൊടുക്കുന്നത്. ലിക്വിഡ് ഫുഡേ കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ സ്കന്ദഷഷ്ടി കവചം വെച്ചുകൊണ്ടിരിക്കുക, ചെവിയിൽ വേൽമാറലും സ്കന്ദഷഷ്ടിയും വെച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഇവിടെയൊക്കെ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഫുൾ ടൈം അവരെ തലയുടെ അടുത്ത് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. ആക്ച്വലി അവന് മീൻസ് വിജ്വൽ അറിഞ്ഞിരുന്ന കാർത്തികേയന് സംഭവിച്ചതെന്ന് വെച്ചാൽ എപ്പിലെപ്സി എന്ന് പറഞ്ഞൊരു രോഗമാണ്. അത് ഹൈ പവർ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആണെന്ന് അതിനെ പറയണേ ഡെഫിനിഷൻ, ബ്രെയിനിലുണ്ടാവുന്ന. അത് കണ്ടുപിടിക്കാൻ പാടാം, സ്പോട്ട് ചെയ്യാൻ പാടാം. അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. ഈ സാധനം നമ്മൾ ചെയ്ത ശേഷം ഇത് നോർമലിലേക്ക് വന്നു എന്ന് മാത്രമല്ല, അതിൽ നമ്മൾ കാണുന്നൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞാനത് അവിടെ ഇരിക്കുമ്പോൾ തന്നെ സ്കന്ദപുരാണത്തിൽ, അത് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു, സ്കന്ദപുരാണത്തിൽ ഉന്മാദവും അപസ്മാരത്തിനും ഡെമൻസ്, അതായത് കുറേ നീചബാധകൾ, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരേ ഒരു ഡൈറ്റി എന്ന് പറഞ്ഞത് മുരുകനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ പ്രതിപാദിക്കുന്നതെന്ന് മാത്രമല്ല, ശിവൻ ദേവലോകത്ത് നിൽക്കുമ്പോൾ ആ ഒരു 6 മുഖങ്ങളും 6 ശക്തികളും ഭൂമിയിലേക്ക് പതിച്ചത് എന്തിനാ വെച്ചാൽ ഭൂമിയിലെ പ്രോബ്ലംസിന് ശിവസ്വരൂപമായ ഒരു കാര്യം, ഒരു ശാന്തി കൊടുക്കാനാണ്. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ കൺമുമ്പിൽ എന്നെ കൊണ്ട് ചെയ്യിച്ചപ്പോൾ എനിക്കത് പബ്ലിക്കായിട്ട് പറയണമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാനതൊരു ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയണേ. അതിനുശേഷം ആ കുട്ടിയുടെ ഏറ്റവും വലിയ 2-3 ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികൾ എന്നോട് പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞത്, ഇനി കുട്ടിക്ക് തിരിച്ച് അറിയാൻ പറ്റില്ല. കാര്യം ഇത് വന്നല്ലോ, ബ്രെയിനിൽ കാർഡിയക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ബ്രെയിനിലൊക്കെ പ്രോബ്ലം വന്നുകൊണ്ട് അവനെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, ആരാണ് മനസ്സിലാവില്ല, അമ്മ ആരാന്ന് മനസ്സിലാവില്ല. അപ്പം ഇങ്ങനെ ഒരു കുട്ടീനെ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയിട്ട് എന്ത് കാര്യമെന്നാണ് ഡോക്ടർ എന്നോട് ചോദിക്കുന്നത്. ഈ ഒരു വലിയ ക്വസ്റ്റ്യനാണ് എനിക്ക്. അപ്പം എനിക്കത് ഉത്തരം പറയാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ആണ്ടവൻ്റെ നിർദ്ദേശമാണ് ഡോക്ടർ, അത് സംഭവിക്കേണ്ടത് അദ്ദേഹം നോക്കിക്കോളും, ഇത്ര എനിക്ക് പറയാനുള്ളത്. ഇതിന് ശേഷം ഈ കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞ്, ഇവൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇവൻ അങ്ങനെ ആവും, അവൻ അങ്ങനെ ആവും എന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ ഉള്ളിൽ പെടയുക. കാരണം ഒരമ്മയുടെ ചോദ്യമാണ്, ഇവന് എന്നെ തിരിച്ചറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും ഞാൻ ആണ്ടവനോട് ചോദിക്കുമ്പോൾ ഞാൻ എന്താണോ പറഞ്ഞത് അവരോട് പറ. അതപ്പോൾ ആ ഓരോ ഘട്ടങ്ങൾ. പിന്നെ അവസാനം ലാസ്റ്റ് ഇവരെ ഈ ഡൽഹി കൊണ്ടുവന്നിട്ട് ത്രോട്ടിൻ്റെ അന്നനാളവും പിന്നെ ശ്വാസനാളം കൂടി ഒന്നിച്ചു പോയി, ഒട്ടിപ്പോയി. കുറേ നാളിങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ ഓപ്പറേഷൻ വേണം. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട നിങ്ങൾ. പക്ഷെ ഡോക്ടേഴ്സ് സമ്മതിക്കുന്നില്ല ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യണ്ട. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എല്ലാം വിശ്വസിക്കും. പക്ഷെ എനിക്ക് കിട്ടുന്ന നിർദ്ദേശം ഞാൻ അവരോട് പാസ് ചെയ്തു. അത് ഡോക്ടർ പറഞ്ഞതുപോലെ അവർ വിട്ടു. പിന്നെ ബേബി മെമ്മോറിയലിൽ കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോഴും അവർ പറഞ്ഞു ഓപ്പറേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ ചെയ്യണ്ട. പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ മെഡിസിൻസ് ഒക്കെ ഞാൻ അതൊക്കെ വിടാൻ പറഞ്ഞു. വിട്ട് ആ കുട്ടി ഇപ്പോൾ മിടുക്കനായിട്ട് വിജ്വൽ എന്നുള്ള പേര് മാറ്റി കഴിഞ്ഞ ഷഷ്ടിക്ക്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ജൂണിൽ അവിടെ ചെന്നിട്ട് ഈ മാസം ജൂണല്ലേ? അതെ. അപ്പം മെയ് ജൂൺ അല്ലേ? മെയ്യിൽ അവിടെ ഷഷ്ടിക്ക് വന്നിട്ട് എന്നെ കൊണ്ട് കാർത്തിക എന്നുള്ള പേര് നിർദ്ദേശിക്കണമെന്ന് പറഞ്ഞു. സാക്ഷാൽ പഴനി മുരുകൻ്റെ മുമ്പിൽ ചെന്ന് അവൻ്റെ പേര് കാർത്തിക എന്ന പേര് മാറ്റി അത് നല്ല മിടുക്കനായിട്ട് ലൈഫിലിരിക്കുന്നു. അതിൻ്റെ ഫോട്ടോസ് ഞാൻ
താങ്കൾക്ക് തരാം. അങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ. വലിയൊരു കഥയാണ്. അതാണ് എന്നെ വേറെ എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ല, എന്തൊക്കെയോ ലോകത്ത് നമ്മൾ ഒരു കാര്യം എപ്പോഴും പറയാനുള്ളത്, ടെൻഷൻ. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ടെൻഷനാണ്. ടെൻഷൻ, പിന്നെ ഈ അപസ്മാരം, ഇതൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഞാൻ പറഞ്ഞു മരുന്ന് ഉപയോഗിക്കരുത്. അപസ്മാരത്തിനും മറ്റേ ടെൻഷൻ, അത് എന്താ പറയുക, മരുന്ന് ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറയാനുള്ള അവകാശമൊന്നുമില്ല, ഞാനത് പറഞ്ഞു എന്ന് പറയാം. പക്ഷേ മരുന്ന് ഉപയോഗിച്ചാൽ പിന്നെ അതിനെ അഡിക്റ്റ് ചെയ്ത് പോകും. പക്ഷേ ഇത് ഒരു മുരുകനോടുള്ള ഉപാസനയും പ്രാർത്ഥനയും കൃത്യമാണെന്നുണ്ടെങ്കിൽ 100% ഞാൻ പറയാം, മെൻ്റൽ സ്ട്രെയിൻ, മെൻ്റൽ സ്ട്രെസ് ഇതെല്ലാം മാറും എന്നുള്ള 100% ഉറപ്പ്. അതിനെനിക്ക് ഒരു എക്സാമ്പിൾ കൂടി പറയാനുണ്ട്. ഒരു കുട്ടിയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി 100% മരുന്ന് വിത്തൗട്ട് മെഡിസിൻ എനിക്ക് അവൾ ആ ലൈഫിലേക്ക് തിരിച്ചുകൊണ്ടാൻ പറ്റി. അത് +2 പഠിക്കുന്ന കുട്ടിയാണ്, പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. സോ അപസ്മാരവും ഇതൊക്കെ നമ്മൾ കഴിവതും ഇങ്ങനെ മെഡിറ്റേഷൻ വഴിയാക്കാം. അതിന് ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണമെന്ന് താല്പര്യമുണ്ട്. അത് അടുത്ത സെക്ഷനിൽ നമുക്ക് പറയാം. Hey, ചിരിക്കേണ്ട മൂടാണല്ലേ കുഞ്ഞാ? ചിരിക്കേണ്ട മൂടാണല്ലേ? നമസ്കാരം. നമസ്കാരം പറയും. യെസ്, സെലൂട്ട് അടിച്ചേ, സെലൂട്ട്. യെസ്, വെരി ഗുഡ്. ഒന്നുകൂടി സൗണ്ട് കേട്ടെ. സൂചി ഉണ്ടെന്നേ കുഞ്ഞിനെ. വെരി ഗുഡ്. ഒന്നുകൂടി, വൺസ് മോർ. വെരി ഗുഡ്. ഒരു സെലൂട്ട്. റൈറ്റ് ഹാൻഡ് വെച്ച് ഓപ്പോസിറ്റ് റൈറ്റ് ഹാൻഡ്. വെരി നൈസ്. റൈറ്റ് ഹാൻഡ് ഒന്നുകൂടി നല്ലപോലെ സെലൂട്ട്. നല്ല ഇല്ല, റൈറ്റ് ഹാൻഡ് പൊന്തിക്കാനുള്ള കഷ്ടം കഴിയുന്നില്ല. കുഴപ്പമില്ല, ഇവിടെ വെച്ചു, ഇത് വെച്ചു. എൻ്റെ മോൻ, എൻ്റെ വൈഫ്, എൻ്റെ മക്കൾ, എൻ്റെ ഫാമിലി. പറയാന്ന് വെച്ചാൽ കുറേ പറയാനുണ്ട്. പക്ഷേ ഞാനൊരു വലിയൊരു ദുരന്തത്തിൽ നിന്ന് നമ്മൾ കൈപിടിച്ച് നമ്മളെ കരകയറ്റിയ ഒരു വ്യക്തിയാണ് നമ്മുടെ സംഗീത് ലാൽ സാർ. എല്ലാമാണ്. ഓരോരോ വിഷമഘട്ടത്തിലും കൈപിടിച്ച് മുരുകനെ ആണ്ടവനെ പ്രാർത്ഥിച്ച് ഓരോ വ്രതവും എല്ലാ കാര്യത്തിലും വൈകാട്ടി ഇന്നും പറഞ്ഞ ആണ്ടവനെ പളനിയിൽ മോനെയും കൊണ്ട് വന്ന് പേരിടുന്നത് വിജ്വൽ എന്നായിരുന്നു പേര്. അത് കുറേ ഘട്ടങ്ങൾ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ മുരുകൻ്റെ മുന്നിൽ ആണ്ടവൻ്റെ മുന്നിൽ സാറ് കാർത്തികേയൻ്റെ പേര് വെച്ചിട്ടുണ്ട്. അതൊരു വലിയ സ്വപ്നമാണ്. ഇത്രയും ദുരിതത്തിനിടയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചത് നമ്മളെ മോനെ കൂട്ടി തന്നെ അവനെയും കൊണ്ട് വന്ന് സാറ് തന്നെ നിൽക്കണം ആണ്ടവൻ്റെ മുന്നിൽ. അത് നടന്നു. അത് ഇനിയും അങ്ങോട്ട് അവന് എല്ലാ ശക്തിയും കൊടുക്കട്ടെ സാറിന്. ഏറ്റവും വലിയ സാറിൻ്റെതാണ്. സാറ് മാത്രം നമുക്ക് അതിനുള്ള ശക്തിയും ഒരു പ്രതീക്ഷയും മോനെ ആ ഒരു ദുരന്തത്തിൽ നിന്ന് നമുക്ക് തന്ന പ്രതീക്ഷയുള്ള സാറിൻ്റെ ഒരു മോനിപ്പോൾ കാർത്തികേയ Okay. സംഗീത് സാർ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാം.